കുട്ടികൾ അറിവുള്ളവർ. ഈസ്റ്റർ പെരുന്നാളിന്റെ ആരംഭം. കഥ നടക്കുന്നത് റഷ്യയിൽ. റഷ്യയിൽ അക്കാലത്ത് മഞ്ഞും മഴയും പെയ്യും. മഞ്ഞുകട്ടയുടെ മുകളിൽ കൂടി വണ്ടി ഉരുട്ടുക കുട്ടികൾക്ക് രസമുള്ള കളിയാണ്. ഈസ്റ്റർ വന്നപ്പോൾ അങ്ങനെ കളിക്കാൻ മഞ്ഞുകട്ട ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഉരുകിക്കഴിഞ്ഞിരുന്നു. എങ്കിലും പറമ്പിൽ കുറേശ്ശെ മഞ്ഞുകട്ടയുണ്ട്. മഞ്ഞുരുകിയുള്ള വെള്ളം മുകൾ ഭാഗത്തു നിന്ന് ഗ്രാമത്തിലെ തെരുവുകളിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്നു. വീട്ടുപറമ്പുകളിൽ കൂടി ഒലിച്ചൊഴുകി വന്ന അഴുക്കുവെള്ളം ഒന്നിച്ചുകൂടി തളം കെട്ടി 2 വീടുകൾക്കിടയ്ക്കുള്ള ഒരു മുടുക്കിൽ ഒരു ചെളിവെള്ളക്കുഴി ഉണ്ടായിരിക്കുന്നു. ഇവിടെ വെച്ച് 2 വീടുകളിലെ ഓരോ കൊച്ചു പെൺകുട്ടികൾ കണ്ടുമുട്ടി. ഒന്ന് തീരെ കൊച്ചുകുട്ടിയാണ്, പേര് മലാഷ. അല്പം കൂടി മുതിർന്നതാണ് മറ്റേ കുട്ടി. അവളുടെ പേർ അകൗല്യ എന്നാണ്. പെരുന്നാളായതിനാൽ അമ്മമാർ 2 കുട്ടികളെയും ഒരുക്കിയാണ് വിട്ടിരിക്കുന്നത്. നീല നിറത്തിലുള്ള ഫ്രോക്കാണ് കൊച്ചുകുട്ടിക്ക്, മറ്റേ കുട്ടിക്ക് പുള്ളിക്കുത്തുകളുള്ള മഞ്ഞ ഫ്രോക്കും. 2 കുട്ടികളുടെയും തലയിൽ ചുവന്ന ലേസ് കെട്ടിയിട്ടുണ്ട്. അവർ പള്ളിയിൽ പോയിട്ട് അപ്പോൾ വന്നതേയുള്ളൂ. 2 പേരും തങ്ങളുടെ പുതുവസ്ത്രങ്ങളും അലങ്കാരങ്ങളും അന്യോന്യം കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ഒന്നിച്ച് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർക്കൊരു കുസൃതി തോന്നി, ചെളിക്കുണ്ടിലെ വെള്ളം തട്ടിക്കളിച്ചാലോ എന്ന്. കൊച്ചുകുട്ടി ഷൂസും മറ്റും ഇട്ടുകൊണ്ട് തന്നെ അതിലേക്ക് ചാടാൻ തയ്യാറായി. വലിയ കുട്ടി അത് തടഞ്ഞു. അകൗല്യ, മലാഷ, അങ്ങനെ അങ്ങ് ഇറങ്ങരുത്, നിന്റെ അമ്മ നിന്നെ ശകാരിക്കും. ഞാൻ എന്റെ ഷൂസും സ്റ്റോക്കിങ്സും അഴിച്ചു മാറ്റിവെക്കാൻ പോകുകയാണ്, നീ നിന്റെയും അഴിച്ചു വെക്കൂ. 2 പേരും ഷൂസും സ്റ്റോക്കിങ്സും ഊരിവെച്ചു. പിന്നെ ഫ്രോക്ക് പൊക്കി പിടിച്ചുകൊണ്ട് എതിർവശങ്ങളിൽ നിന്ന് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ചെളിയിൽ കൂടി നടക്കാൻ തുടങ്ങി. മലാഷയുടെ കണ്ണുവരെ വെള്ളമായി. അപ്പോൾ അവൾ പറഞ്ഞു, അകൗല്യ, ഇവിടെ താഴ്ചയുണ്ട്, എനിക്ക് പേടിയാവുന്നു. വരൂ മുന്നോട്ട്, പേടിക്കാതെ, ഇതിൽ കൂടുതൽ താഴ്ചയൊന്നുമില്ല, അകൗല്യ പറഞ്ഞു. അവർ അന്യോന്യം അടുത്തെത്തിയപ്പോൾ അകൗല്യ പറഞ്ഞു, മലാഷ, വെള്ളം തട്ടിത്തെറിപ്പിക്കല്ലേ, സൂക്ഷിച്ചു നടക്ക്. ഇത് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് മലാഷ ചുവടുറപ്പിച്ച് ചവിട്ടി. അപ്പോൾ വെള്ളം പാളി തെറിച്ചു. ചെളിവെള്ളം വീണ് അകൗല്യയുടെ ഫ്രോക്ക് മുഴുവൻ അഴുക്കായി. ഫ്രോക്കിൽ മാത്രമല്ല, അകൗല്യയുടെ കണ്ണിലും മൂക്കിലും ചെളിവെള്ളം തെറിച്ചു. ഫ്രോക്കിൽ അഴുക്ക് പുരണ്ടത് കണ്ടപ്പോൾ അകൗല്യക്ക് ദേഷ്യം വന്നു. അവൾ മലാഷയെ അടിക്കാനായി ചാടിയെടുത്തു. പാവം മലാഷ പേടിച്ചുപോയി. താൻ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മലാഷ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടക്കുകയും വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിയുകയും ചെയ്തു. അപ്പോഴേക്കും അകൗല്യയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ സ്കേർട്ടും ഉടുപ്പിന്റെ കൈയും അഴുക്ക് പുരണ്ടിരിക്കുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നു. എടി വൃത്തികെട്ട കുട്ടി, നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അമ്മ ചോദിച്ചു. അത് കേട്ട അകൗല്യ പറഞ്ഞു, അമ്മേ, മലാഷ മനഃപൂർവ്വം ചെളി തട്ടിത്തെറിപ്പിച്ചതാ. ഇത് കേട്ടതും അകൗല്യയുടെ അമ്മ മലാഷയെ പിടിച്ചു നിർത്തി ഒരു വീക്ക് വെച്ചു കൊടുത്തു. മലാഷ വാവിട്ട് കരയാൻ തുടങ്ങി. അവളുടെ നിലവിളി ആ തെരുവിലെങ്ങും മുഴങ്ങി. മകളുടെ നിലവിളി കേട്ട് അവരുടെ അമ്മ പുറത്തു വന്നു. അവർ വിളിച്ചു പറഞ്ഞു, എന്താ നീ എന്റെ മകളെ കാണിക്കുന്നത്? മലാഷയുടെ അമ്മ അകൗല്യയുടെ അമ്മയെ ഭള്ളു പറയാൻ തുടങ്ങി. ഒരാൾ 1 പറഞ്ഞപ്പോൾ മറ്റേയാൾ 2 പറഞ്ഞു. അന്യോന്യമുള്ള വാക്കേറ്റം കൂടിക്കൂടി വന്നു. വലിയ ശണ്ഠയായി. സ്ത്രീകളുടെ വാക്കേറ്റം കേട്ട് പുരുഷന്മാർ പുറത്തിറങ്ങി വന്നു. തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചതേയില്ല. അവർ വഴക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ പിടിച്ചു ഉന്തി. അന്യോന്യം കൈവയ്ക്കുമെന്ന നിലയായി. അപ്പോഴേക്കും അകൗല്യയുടെ മുത്തശ്ശി അവിടെ എത്തി അവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു. മുത്തശ്ശി പറഞ്ഞു, കൊച്ചുങ്ങളെ, എന്താണ് നിങ്ങളെ കാട്ടുന്നത്? ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? വിശേഷിച്ചും ഇന്നത്തെ പോലെയുള്ള ഒരു നല്ല ദിവസം, ആഹ്ലാദിക്കാനുള്ള ദിവസമാണെന്ന്, വിഡ്ഢിത്തം കാട്ടാനുള്ളതല്ല. പക്ഷെ വല്യമ്മ പറഞ്ഞതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അവർ വല്യമ്മയെ തള്ളി മറിച്ചിടുമോ എന്ന് തോന്നിപ്പോയി. എന്തായാലും മുത്തശ്ശിക്ക് ആൾക്കൂട്ടത്തെ സമാധാനപ്പെടുത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ആ പെൺകുട്ടികൾ തന്നെ വഴക്ക് അവസാനിപ്പിച്ചു. പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അകൗല്യ ഫ്രോക്കിലെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവർ വീണ്ടും ചെളിവെള്ളക്കുഴിയുടെ അടുത്തേക്ക് പോയി. അവൾ ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണ് ഉരച്ചു മാറ്റാൻ തുടങ്ങി. മണ്ണ് മാറ്റിയ സ്ഥലത്തുകൂടി കുഴിയിലെ വെള്ളം ഒലിച്ച് തെരുവിലേക്ക് ഒഴുക്കണമെന്നായിരുന്നു അവളുടെ ഉദ്ദേശം. ഇത് കണ്ട മലാഷയും വേഗം അവളുടെ കൂടെ ചേർന്നു. ഒരു മരച്ചീള് കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ അകൗല്യയെ സഹായിച്ചു. ആണുങ്ങൾ തമ്മിൽ അടികൂടാൻ തുടങ്ങിയപ്പോഴേക്കും ആ 2 പെൺകുട്ടികളും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചുവിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി ശണ്ഠ കൂടുന്നവരെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തശ്ശി നിൽക്കുന്ന സ്ഥലത്തെത്തി. ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു.
മലാഷ, പിടിച്ചോ അതിനെ എന്ന് അകൗല്യ വിളിച്ചു പറഞ്ഞു. ചിരിക്കുകയായിരുന്നതിനാൽ മലാഷയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞില്ല. അങ്ങേയറ്റം സന്തോഷമാണ് അവർക്ക്. ഒഴുകുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മരച്ചീളിൽ തന്നെയായിരുന്നു അവരുടെ ശ്രദ്ധ. അതിനാൽ അവരറിയാതെ തന്നെ കലഹിച്ചു നിൽക്കുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് കയറി. ഇത് കണ്ട വൃദ്ധ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ വഴക്കു കൂടുന്നത്? എന്നാൽ അവർ എല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും കൂടി സന്തോഷമായി കളിക്കുന്നു. നിങ്ങളെക്കാൾ വകതിരിവുള്ളവരാണവർ. പുരുഷന്മാർ പെൺകുട്ടികളുടെ നേർക്ക് നോക്കി. അവർ നാണിച്ചുപോയി. തങ്ങളുടെ വിഡ്ഢിതമോർത്തു. തന്നെത്താൻ ചിരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വീടുകളിൽ പോയി. കൊച്ചു കുഞ്ഞുങ്ങളായി മാറാതെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല.